നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പിനടുത്ത് 6-ാം മൈലിൽ കാറും ട്രാവലും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. തലശ്ശേരിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി സഹകരണ ആശുപത്രി മുന്നോട്ട് വരികയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ജനങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ചികിത്സ ലഭ്യമാക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്നും മന്ത്രി. RJDയും കേരള കോൺഗ്രസും ഇടതുമുന്നണി വിട്ടുപോകുമെന്ന് ചിലർ നടത്തുന്ന പ്രചരണം ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണെന്ന് KP മോഹനൻ MLA. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് RJD എന്നും മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നും MLA. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ പ്രചരണ ജാഥയ്ക്ക് തലശ്ശേരിയിലും പാനൂരിലും സ്വീകരണം നൽകും. സ്വീകരണം 9 ഇടങ്ങളിൽ. വാർത്തകൾ വിശദമായി. കൂത്തുപറമ്പിനടുത്ത് 6-ാം മൈൽ കുന്നിനുമീത്തൽ പെട്രോൾ പമ്പിന് സമീപം ട്രാവലറും കാറും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രാവലറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 6:40ഓടെയായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. KL 58R 8989 നമ്പർ കാറും KL 59 Z 7378 ടെമ്പോ ട്രാവലറുമാണ് കൂട്ടിയിടിച്ചത്. രാവിലെ 7 മണിയോടെ പെട്രോൾ പമ്പിന് സമീപത്തെ വളവിലായിരുന്നു അപകടം. അമിത വേഗത്തിലെത്തിയ കാർ വളവിൽ വെച്ച് ട്രാവലറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. യുവാക്കളെ ആശുപത്രികളിലേക്ക് മാറ്റി. ട്രാവലറിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട്. തലശ്ശേരി ചിറക്കര പള്ളിത്താഴെ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പുന്യം കുണ്ടുചിറയിലെ താഹ മുസംബിൽ ആണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി തലശ്ശേരി പള്ളിത്താഴയിൽ വെച്ച് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ മുസമ്മിലിന്റെ ദേഹത്തുകൂടി എതിർദിശയിൽ വന്ന കാർ കയറിയിറങ്ങുകയായിരുന്നു. ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. അലി ബുഷ്ര ദമ്പതികളുടെ മകനാണ്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഫസീലയാണ് ഭാര്യ. ഐദിൻ ആദം ഏക മകനാണ്. ഫാത്തിമത്തുൽ നൂറ, ഫാത്തിമത്തുൽ ഉസ്ന എന്നിവർ സഹോദരങ്ങളാണ്. നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നടപ്പാക്കി സഹകരണ ആശുപത്രികൾ മുന്നോട്ട് വരികയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച സേവനം നൽകാൻ സഹകരണ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ 150 കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രൊജക്ടിന്റെ ഫണ്ട് ശേഖരണാർത്ഥം നടത്തുന്ന ഓഹരി സമാഹരണത്തിന്റെയും വിവിധ ചികിത്സാ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്തതായി ശ്രീ ബാലൻ കെ, അത് കഴിഞ്ഞ് ശ്രീ മമ്മൂട്ടി കെ. ശ്രീ മമ്മൂട്ടി കുറേ ആൾക്കാർ ഒപ്പരം കൂടി
കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യത്തിൽ വലിയ രൂപത്തിൽ ചികിത്സ ലഭിക്കുമ്പോൾ 30-40% വരെ ചികിത്സാ രംഗത്ത് വിവിധ ഇൻവെസ്റ്റിഗേഷൻ അടക്കം നമുക്ക് ചാർജിൽ കുറഞ്ഞു വരുന്നു. അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് സ്വകാര്യർക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സഹകരണ ആശുപത്രിയിലേക്ക് അവർ പോകുള്ളൂ ഈ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ചില കേസുകളിൽ ഓപ്പറേഷൻ ഇപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന അവരൊരു ടാക്ടിക്കൽ അപ്രോച്ച് ഉണ്ട്. ആ ടാക്ടിക്കൽ അപ്രോച്ച് ഡേറ്റ് പറയുന്ന ദിവസം നടന്നോളുന്നില്ല. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ ECG വേരിയേഷൻ, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കൗണ്ടിൽ വ്യത്യാസം, അതല്ലെങ്കിൽ ഷുഗറിൻ്റെ വേരിയേഷൻ, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റ് ടെൻഷൻ ഉണ്ടാകുന്നു. ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ട് ദിവസങ്ങൾ മാറ്റി അവരുടെ റൂം റെൻറ്റും ഡേറ്റും മാറ്റുന്നതോടുകൂടി അവർക്ക് ലഭിക്കുന്ന ലാഭം മറ്റൊന്നാണ്. ഇതാണ് ചൂഷണത്തിൻ്റെ മറ്റൊരു രൂപം. ഇങ്ങനെ നാനാതരത്തിൽ സ്വകാര്യ മേഖല നമ്മുടെ രോഗികളെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലേക്ക് ഞാനിത് അനുഭവം പറയാൻ കാരണം, ഞാൻ അടുത്ത കാലത്ത് ഈ ഗ്ലോബൽ ഹോസ്പിറ്റൽ ചെന്നൈയിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു രോഗിയായിപ്പോയി. ആ രോഗിയെ യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്ന ഡേറ്റിൽ നിന്ന് 4 ഡേറ്റ് മാറ്റി വെച്ചു. ഡോക്ടർ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഏറ്റവും പ്രശസ്തനായ ഗ്യാസ്ട്രോ സർജനാണ് അദ്ദേഹം. തെന്നിന്ത്യയിൽ തന്നെ ഏതാണ്ട് 4000-ൽ പരം സർജറി ഇതുവരെ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ മാറ്റിവെക്കുന്ന കാര്യം പിന്നീട് അന്വേഷിച്ച് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശം. അപ്പോൾ ഓരോ ദിവസം ഡേറ്റ് മാറ്റിവെക്കുന്നതോടും അത്രയും ദിവസം കിടക്കുന്ന റൂം റെൻറ്റ് വരും, അതിന് വരുന്ന മെഡിസിൻ വരും, ആ സമയത്ത് വരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ മറ്റ് പരിശോധന ചാർജ് ഉൾപ്പെടെ അവർക്ക് കൂടുതൽ ഈടാക്കാൻ കഴിയും. ഇങ്ങനെ വിവിധ തരത്തിലാണ് സ്വകാര്യ മേഖല ഏറ്റവും ഉയർന്ന ചികിത്സ നൽകുന്ന ഓരോ രോഗിയിൽ നിന്നും ഫീസുകൾ ഈടാക്കുന്നത്. അവിടെയാണ് സഹകരണ മേഖലയുടെ ഇപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറയുന്നത്. പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അപ്പോൾ വ്യാപകമായി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വരുന്നതാണ്. കിഡ്നി ആകട്ടെ, ലിവർ ആവട്ടെ, ലങ്സ് ആകട്ടെ, അല്ലെങ്കിൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആകട്ടെ, ഇതെല്ലാം വ്യാപകമായി ഇപ്പം നമുക്ക് ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ കച്ചവട താൽപ്പര്യത്തോടെയുള്ള നീക്കം മനസ്സിലാക്കാൻ ഏവർക്കും കഴിയണം. ബിസിനസ് ക്യാൻവാസ് ചെയ്യാൻ ഏജന്റുമാരെ വെച്ച് നടക്കുമ്പോൾ അവരുടെ ചൂഷണത്തിൻ്റെ രൂപവും മനസ്സിലാക്കണം. സാമൂഹ്യ പ്രതിബദ്ധതയാണ് സഹകരണ ആശുപത്രികളുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധി ചികിത്സാ പദ്ധതി കാർഡ് കൈമാറ്റവും നവീകരിച്ച എൻഡോസ്കോപ്പി വിഭാഗത്തിൻ്റെയും ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജനും സഹകാരി ചികിത്സാ പദ്ധതി കാർഡ് കൈമാറ്റം റെപ്കോ ചെയർമാൻ കാരായി രാജനും ലൈബ്രറിയൻ ചികിത്സാ പദ്ധതി കാർഡ് കൈമാറ്റം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണിയും വ്യാപാരി മിത്ര ചികിത്സാ പദ്ധതി കാർഡ് കൈമാറ്റം തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ T അനിലും ഓട്ടോ ടാക്സി തൊഴിലാളി ചികിത്സാ പദ്ധതി കാർഡ് കൈമാറ്റം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ V രാമകൃഷ്ണനും 5 ലക്ഷത്തിൻ്റെ ഓഹരി ഉടമകൾക്കുള്ള ഇൻസെൻറ്റീവ് വിതരണം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ AK ഉഷയും നിർവഹിച്ചു. പിണറായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി കാർഡ് ഏറ്റുവാങ്ങാൻ ശ്രീ ഇങ്ങനെ കാണാം ഈ കണ്ടേ ആശുപത്രി ജനറൽ മാനേജർ EM മിഥുൻലാൽ, CK രമേശൻ, K ശശിധരൻ, AT ഫിൽഷാദ്, ഡോക്ടർ CK രാജീവ് നമ്പ്യാർ, P സുരേഷ് ബാബു, ആശുപത്രി വൈസ് പ്രസിഡന്റ് T സുധീർ, N രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു.
RJDയും കേരള കോൺഗ്രസ് എമ്മും ഇടതുമുന്നണി വിട്ടു പോകുമെന്ന് ചിലർ നടത്തുന്ന പ്രചരണം ദുഷ്ടലാക്കോടെയുള്ളതാണെന്ന് KP മോഹനൻ MLA. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് RJD എന്നും മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. PR 24 ചരമവാർഷികാചരണ പരിപാടിയുടെ ഭാഗമായി RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളക്കോട്ടൂരിൽ നിന്നാരംഭിച്ച PR സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. വിളക്കോട്ടൂരിൽ നിന്നുമാണ് PR സ്മൃതിയാത്ര ആരംഭിച്ചത്. സോഷ്യലിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന PR കുറുപ്പിന്റെ 24 ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായാണ് RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിയാത്ര സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് P ദിനേശന്റെ നേതൃത്വത്തിലാണ് സ്മൃതിയാത്ര നടത്തിയത്. വിളക്കോട്ടൂരിൽ P ദിനേശന് പതാക കൈമാറി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. RJDയും കേരള കോൺഗ്രസ് എമ്മും ഇടതുമുന്നണി വിട്ടുപോകുമെന്ന് ചിലർ നടത്തുന്ന പ്രചരണം അങ്ങേയറ്റം ദുഷ്ടലാക്കോടെയാണെന്ന് KP മോഹനൻ MLA പറഞ്ഞു. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് RJD എന്നും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയതക്കെതിരെ ജനാധിപത്യ കക്ഷികളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന RJD സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന ഇടത് രാഷ്ട്രീയം മുറുകെ പിടിച്ച് മുന്നേറുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF-നൊപ്പം ഉണ്ടായിരുന്ന മാണി സാറിനെ കേസിൽ കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. UDF ഭരണത്തിലിരുന്ന കാലത്ത് മന്ത്രിമാരായിരുന്ന രമേശ് ചെന്നിത്തലയും K ബാബുവും ചേർന്നാണ് KM മാണിയെ പല കേസിലും കുടിക്കുന്നതെന്നും അതിന്റെ വേദനയിലാണ് മാണി സാർ ഏറെക്കാലം UDF-ൽ നിന്ന് വിട്ടുനിന്നതെന്നും KP മോഹനൻ പറഞ്ഞു. RJD-യോടും UDF കാണിച്ചത് നെറികേടാണെന്നും അതുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് വന്നതെന്നും ഇനിയൊരിക്കലും ഇടതുപക്ഷം വിട്ടുപോകാത്ത വിധം ഇടതുപക്ഷത്തെ ചേർത്ത് പിടിക്കുകയാണെന്നും KP മോഹനൻ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. RJD എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റ് വാങ്ങിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിലൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആയിടക്കാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് പലരും ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളുകളടക്കം RJD ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുകയാണ്, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുകയാണ് എന്ന പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമായിരുന്നു നമ്മുടെ ബഹുമാന്യനായിരുന്ന മാണി സാറിൻ്റെ കേരള കോൺഗ്രസ്. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ക്രൂശിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേസിൽ കുടുക്കിക്കൊണ്ട് മുന്നോട്ട് പോയത് അന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, രമേശ് ചെന്നിത്തലയും മന്ത്രിയും അതോടൊപ്പം തന്നെ ബാബു മന്ത്രിയും കൂടി ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തെ പല കേസുകളുടെ കടിയിലും കുടുക്കിയത്. അങ്ങനെ മാണി സാർ വ്യക്തിപരമായിട്ട് വേദനയോടുകൂടിയാണ് കുറേ കാലം വിട്ടുനിന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മകനും അതോടൊപ്പം റോഷിയും ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ചേർന്നു. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിലടക്കം നമ്മളോട് കാണിച്ച നെറികേടിന് എതിരായിട്ടാണ് നമ്മളും ഐക്യജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി മുന്നോട്ട് പോകുന്നു. ഇനിയൊരു മാറ്റത്തിന് തയ്യാറാവാത്ത വിധം വളരെ ശക്തിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. അത് സയൻസ്കുമാർ അടക്കമുള്ള നേതാക്കന്മാരടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവുമാണ്. CKB തിലകൻ മാസ്റ്റർ അധ്യക്ഷനായി. RJD സീനിയർ നേതാവ് KP ചന്ദ്രൻ മാസ്റ്റർ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, സംസ്ഥാന സെക്രട്ടറി ഉഷാ രൈരോത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് TP അനന്തൻ മാസ്റ്റർ, മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, RJD ജില്ലാ സെക്രട്ടറി N ധനഞ്ജയൻ എന്നിവർ പ്രസംഗിച്ചു. അനുസ്മരണ കമ്മിറ്റി ജനറൽ കൺവീനർ PP പവിത്രൻ സ്വാഗതം പറഞ്ഞു. ജാഥയ്ക്ക് ആവേശോജ്വല സ്വീകരണമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത്.
വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം 13 മുതൽ 25 വരെ നടക്കുന്ന വ്യാപാര സംരക്ഷണ പ്രചരണ ജാഥയ്ക്ക് തലശ്ശേരിയിൽ സ്വീകരണം നൽകും. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് തലശ്ശേരി നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് ജാഥയെ സ്വീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എത്രയോ വർഷമായിട്ട് പല പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര വിധത്തിലുള്ള ഒരു ചെവിക്കൊള്ളാൻ വേണ്ടി അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10-14ഓളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അതിന്റെ ആദ്യ പടി എന്നുള്ളതിൽ പാർലമെന്റ് മാർച്ച് അടുത്ത മാസം 13-ാം തീയതി, അതായത് ഫെബ്രുവരി 13-ാം തീയതി ഒരു പാർലമെന്റ് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് അതിന്റെ പ്രചരണ പരിപാടി എന്നുള്ളതിൽ സാധാരണ ഈ സമൂഹത്തെ, വ്യാപാരികളുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയും നമ്മുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു വാഹന പ്രചരണ യാത്രയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഈ മാസം 13-ാം തീയതി കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 14-ാം തീയതി ഇവിടെ തലശ്ശേരിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ഏർപ്പെടുത്തിയ 18% GST പിൻവലിക്കുക, ചെറുകിട വ്യാപാര മേഖലയിലെ പ്രത്യക്ഷ നിക്ഷേപം ഒഴിവാക്കുക, വാടക നിയന്ത്രണ നിയമം അടിയന്തരമായി നടപ്പിലാക്കുക, ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെ സംരക്ഷിക്കുക, അനിയന്ത്രിത വഴിയോര കച്ചവടം ഒഴിവാക്കുക, ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക എന്നിങ്ങനെ 14ഓളം ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മാർച്ചും പ്രചരണ ജാഥയും നടത്തുന്നത്. ചെറുകിട വ്യാപാര മേഖല മുൻപെങ്ങുമില്ലാത്ത തകർച്ചയെ നേരിടുകയാണ്. ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് പാർലമെന്റ് മാർച്ചെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KK സഹദേവൻ, KP പ്രമോദ്, CPM നൌഫൽ, KV മോഹനൻ, ജഗദീഷ് ബാബു, നജ്മ ഹാഷിം, ഇല്യാസ് ചാത്താണ്ടി എന്നിവർ പങ്കെടുത്തു. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 21 ഗ്രാം MDMAയുമായി ചേലോറ സ്വദേശി K റഹീസാണ് പിടിയിലായത്. ഇരിട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ C രജിത്തും സംഘവും കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ സംശയാസ്പദമായ രീതിയിൽ യുവാവിനെ കണ്ടതിനെ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് റേസിൽ നിന്ന് 20 ഗ്രാം MDMA കണ്ടെടുത്തത്. 10 വർഷം ജയിൽ ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. അസിസ്റ്റന്റ് എക്സൈസ് ഉദ്യോഗസ്ഥരായ KP ലത്തീഫ്, K ശശികുമാർ, CM ജെയിംസ്, P ശ്രീനാഥ്, NC വിഷ്ണു, AK റിജു, M സുബിൻ, ധനുസ് പൊന്നമ്പത്ത്, ശ്രേയ മുരളി, PA ജോജൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് റെയ്സിനെ പിടികൂടിയത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.
Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെ. ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. മറ്റ് വാർത്തകളിലേക്ക്. കണ്ണൂർ കേന്ദ്രമാക്കി കവർച്ച നടത്തി വരികയായിരുന്ന റിട്ടയേർഡ് CRPF ഭടനെ ടൗൺ CI ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. മയിൽ കൈരളം വേളം ഊരട ഹൌസിൽ U കൃഷ്ണനാണ് പിടിയിലായത്. കഴിഞ്ഞ 25-ന് തമിഴ്നാട് വില്ലാപുരം സ്വദേശിനി അമ്മക്കണ്ണിന്റെ ATM കാർഡ് തട്ടിയെടുത്ത് 60,000 രൂപ കൈക്കലാക്കിയ കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ഡിസംബർ 28-നാണ് തമിഴ്നാട് വില്ലുപുര സ്വദേശിനിയുടെ ഭർത്താവിന്റെ കാർഡ് ഉപയോഗിച്ച് പണമെടുത്ത് നൽകാൻ സഹായിച്ച ശേഷം ആ കാർഡിന് പകരം മറ്റൊരു കാർഡ് നൽകുകയും അതുപയോഗിച്ച് അക്കൗണ്ടിലുണ്ടായിരുന്ന 60,000-ഓളം രൂപ പിൻവലിക്കുകയുമായിരുന്നു. നേരത്തെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നിരവധി തട്ടിപ്പ് കേസിൽ പ്രതിയാണ് കൃഷ്ണനെന്ന് പോലീസ് പറഞ്ഞു. കേരള വ്യാപാര വ്യവസായ സമിതി സംസ്ഥാന വ്യാപാര സംരക്ഷണ സന്ദേശജാഥ സംഘടിപ്പിക്കുന്നു. ജനുവരി 13 മുതൽ 25 വരെയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജാഥ നടത്തുന്നത്. ജാഥയ്ക്ക് പാനൂരിൽ വരവേൽപ്പ് നൽകുമെന്ന് വ്യാപാരി നേതാക്കൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ES ബിജു ജാഥ ക്യാപ്റ്റനായ വ്യാപാര സംരക്ഷണ സന്ദേശജാഥയ്ക്കാണ് പാനൂരിൽ ജനുവരി 14 ഉച്ചക്ക് 12 സ്വീകരണം ഒരുക്കുന്നത്. GSTയിലെ അപാകതകൾ ഒഴിവാക്കുക, കെട്ടിട വാടകയിലെ 18% GST ഒഴിവാക്കുക, വിലക്കയറ്റം തടയുക, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക, വാടക നിയന്ത്രണ നിയമം നടപ്പിലാക്കുക, വികസനത്തിനായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തുക, വാണിജ്യ വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസും തൊഴിൽ നികുതിയും കുറയ്ക്കുക,
വ്യാപാരികളുടെ വൈദ്യുതി താരിഫ് ഇളവ് ചെയ്യുക, വഴിയോര വ്യാപാരം നിയന്ത്രിക്കുക, വ്യാപാര ക്ഷമനിധി പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നീ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാര സംരക്ഷണ സന്ദേശജാഥ നടത്തുന്നത്. ഫെബ്രുവരി 13 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് ജാഥ നടത്തുന്നത്. പാനൂരിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകുമെന്ന് വ്യാപാര നേതാക്കൾ അറിയിച്ചു. പാനൂർ ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ജാഥയെ സ്വീകരിച്ച് സ്വീകരണവേദിയായ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിക്കും. പരിപാടികൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ വ്യാപാര നേതാക്കളായ PK ബാബു, P ഭാസ്കരൻ, K മോഹനൻ, KP ചന്ദ്രൻ, യൂസഫ് ജമൈക്ക എന്നിവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് സർക്കിൾ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 15 ലിറ്റർ ചാരായം സഹിതം യുവാവിനെ പിടികൂടി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന K വിജേഷ്, KK സജു എന്നിവർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കെതിരെ കേസെടുത്തു. ആയിത്തറ കലിക്കോട്ടെ പുഴക്കരയിൽ വെച്ചാണ് ഇവർ ചാരായം വാറ്റിയിരുന്നത്. കണ്ണൂർ ഇന്റലിജൻസ് ബ്യൂറോവുമായി സഹകരിച്ചാണ് പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് ഗ്രേഡ് ഇൻസ്പെക്ടർമാരായ സുകേഷ് കുമാർ മണ്ടിച്ചാലിൽ, യു ഷാജി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ പ്രജീഷ് കോട്ടായ്, സതീഷ് വെള്ളുവക്കണ്ടി, സിവിൽ ഓഫീസർമാരായ ജിജീഷ് ചെറുവായ്, MM ബിനീഷ്, ഡ്രൈവർ KK സജീവ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന പാനൂരിലെ KPA റഹീം അനുസ്മരണ സ്മൃതി സംഗമവും പുരസ്കാര സമർപ്പണവും ജനുവരി 13 പാനൂരിൽ നടക്കും. KP മോഹനൻ MLA ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കുമെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവോദയ നേതാവും അധ്യാപകനും ഉജ്ജ്വല വാഗ്മിയും ശ്രീനാരായണ ഗുരുദേവ പ്രവാചകനും സർവോപരി മനുഷ്യസ്നേഹിയുമായിരുന്നു KP റഹീമെന്ന് ഭാരവാഹികൾ അനുസ്മരിച്ചു. KP റഹീം മാസ്റ്ററുടെ 6ാം ജന്മവാർഷിക ദിനമായ ജനുവരി 13 രാവിലെ റഹീം മാസ്റ്റർ കുഴഞ്ഞുവീണ സ്ഥലത്ത് മഹാത്മാഗാന്ധിയുടെ പദസ്പർശത്താൽ അനുഗ്രഹീതമായ മാഹി പുത്തലത്തിൽ രാവിലെ 10 സ്മൃതിവേദിയുടെയും കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും വൈകിട്ട് പാനൂരിൽ അനുസ്മരണ സമ്മേളനവും നടത്തും. വൈകിട്ട് 3:30 പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ യാക്കൂബ് എലാങ്കോടിന്റെ അധ്യക്ഷതയിൽ KP മോഹനൻ MLA ഉദ്ഘാടനവും ഈ വർഷത്തെ പുരസ്കാര ജേതാവ് തിക്കോടി നാരായണ മാസ്റ്ററെ ആദരിക്കുകയും പുരസ്കാര സമർപ്പണം നടത്തുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വളരെ സിമ്പിളായി ലളിതമായി ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ. സാമൂഹിക രംഗത്ത് വളരെ സജീവമാണ്. എല്ലാ മേഖലകളിലും ഗാന്ധിയൻ പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നാരായണൻ മാസ്റ്ററെ പരിചയപ്പെടുത്തി ശൂര്യ ചന്ദ്ര മാസ്റ്റർ സംസാരിക്കും. ശിവഗിരി മഠത്തിലെ സ്വാമി സുരേശാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗ മേധാവി AM ഷിനാസ് മുഖ്യ പ്രഭാഷണം നടത്തും. ആദ്യകാല സ്മൃതിവേദി പ്രസിഡന്റ് KV മനോഹരനെ പാനൂർ നഗരസഭയുടെ നിയുക്ത ചെയർമാൻ KP ഹാഷിം ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ യാക്കൂബ് എലാങ്കോട്, KC കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ഓട്ടാണി നാണു മാസ്റ്റർ, അഷ്റഫ് പൂക്കോം, KT ശ്രീധരൻ, ദിനേശ് ചമ്പാട് എന്നിവർ പങ്കെടുത്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 കതിരൂർ കുടുംബശ്രീ CDS കുടുംബശ്രീ ബാലസഭ കുട്ടികൾക്ക് നൈപുണ്യ വികസന പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നിറവ് എന്ന പേരിൽ പൊന്നം സൈക്ലോൺ ഷെൽട്ടർ ഹാളിലാണ് പരിപാടി നടന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 കതിരൂർ കുടുംബശ്രീ CDS എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കുടുംബശ്രീ ബാലസഭാ കുട്ടികൾക്ക് നൈപുണ്യ വികസന പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരവസരവും നിങ്ങളെ തേടിയെത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ചെറുപ്പത്തിലേ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് 100 അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ അവസരങ്ങളൊന്നും നമ്മളെ തേടി വരില്ല. ഏതാണ് എൻ്റെ അവസരമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ആ അവസരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മളോടൊപ്പം വന്നു ചേരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ സംഗീത, ഭാസ്കരൻ കുരാർത്ത്, PK സാവിത്രി, KP റംസീന, M സുഗതൻ, രത്നകുമാരി എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി.
സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. ആധാരമെഴുത്ത് അസോസിയേഷൻ പാനൂർ യൂണിറ്റ് കൺവെൻഷൻ പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ആധാരം എഴുത്ത് അസോസിയേഷൻ പാനൂർ യൂണിറ്റ് കൺവെൻഷൻ പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു തൊഴിൽ വളരെയധികം പ്രതിസന്ധിയിലാണ് നീങ്ങുന്നത്. നമ്മുടെ പൊതുജനങ്ങൾക്കും അതുപോലെ ആധാരം എഴുത്തുകാർക്കും ദോഷകരമാകുന്ന രീതിയിൽ ആണ് ഇപ്പോൾ സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പുകളിൽ നടപ്പിലാക്കുന്ന ഈ ഒരു ടെംപ്ലേറ്റ് പരിഷ്കാരം. അതിനു വേണ്ടി നിങ്ങൾ അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങളുടെ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി ഈ ഒരു ഒറ്റക്കെട്ടായി ഒരു കുടക്കീൽ എന്ന പോലെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിന്നുകൊണ്ട്
ഈ ഒരു സംഘടനയെ ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും. യൂണിറ്റ് പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സജീവൻ യദുകുലം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി സുനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കെ പി ചന്ദ്രൻ, എം സത്യൻ, എം മുഹമ്മദ് ഫൈസൽ, രാഗേഷ്, മിനി, ശാന്ത, അഖില തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി മഞ്ചേരി സ്വാഗതവും ശ്രീജ നന്ദിയും പറഞ്ഞു. പാനൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മസ്ജിദ് യാസീൻ നവീകരിച്ച് വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു. സയ്യദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂർ ഉദ്ഘാടനം ചെയ്തു. മതപ്രഭാഷണ പരമ്പരയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പാനൂർ പോലീസ് സ്റ്റേഷൻ സമീപത്തുള്ള 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മസ്ജിദ് യാസീനാണ് നവീകരിച്ച് വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തത്. അസർ നിസ്കാരത്തോടെയാണ് പള്ളി വിശ്വാസികൾക്ക് തുറന്നു നൽകിയത്. നിസ്കാരത്തിന് സയ്യിദ് ഗാലിബ് തങ്ങൾ അൽ മഷൂർ നേതൃത്വം നൽകി. പള്ളിക്ക് സമീപം പ്രത്യേക സജ്ജമാക്കിയ കാപ്പാട് AV ഇബ്രാഹിം മുസ്ലിയാർ നഗറിലാണ് ഉദ്ഘാടന സമ്മേളനം നടന്നത്. സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷൂർ ഉദ്ഘാടനം ചെയ്തു. ക്ഷമ വിട്ടുപോകുന്നതുകൊണ്ടാണ് ഐക്യം വിട്ടുപോകുന്നത്. അള്ളാഹു കാത്തിരിച്ചു വെച്ചിട്ട് നമ്മളെല്ലാവർക്കും പാടക്കാലിയാണ്. ഒരു 2 മിനിറ്റ് അല്ല 1 മിനിറ്റ് എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ അദബ് പഠിപ്പിക്കാനാണ് സമസ്ത എന്ന് പറഞ്ഞത്. ദഅവത്ത് സമസ്ത രാജമാർഗമാണ്. അള്ളാഹു ഖൈറാക്കി തരട്ടെ. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി. ഹാഫിൾ ഫർഹാൻ ഖിറാത്ത് നിർവഹിച്ചു. ടി റസാഖ് ഹാജി പാനൂർ അധ്യക്ഷനായി. അബ്ദുൽ സലാം അൽ ഖാസിമി സ്വാഗതം പറഞ്ഞു. മഹല്ല് പ്രസിഡന്റ് PK അഹമ്മദ് ഹാജി സുവനീർ പ്രകാശനം നിർവഹിച്ചു. OP റഫീഖ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സയ്യിദ് ഗാലിബ് തങ്ങൾ അൽ മഷൂർ പ്രസംഗിച്ചു. മാണിക്കോത്ത് മുനീർ നന്ദി രേഖപ്പെടുത്തി. മതപ്രഭാഷണ പരമ്പരയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 13 വരെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിൽ പ്രമുഖ പ്രഭാഷകർ പങ്കെടുക്കും. 11-ന് അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ കീച്ചേരി, 12-ന് ഹാഫിൾ മസൂദ് സഖാഫി ഗൂഡല്ലൂർ, 13-ന് പ്രശസ്ത വാഗ്മി ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും. ഉദ്ഘാടന ചടങ്ങിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഐക്കരപ്പെട്ടി, മഹമ്മൂദ് ഹാജി അണിയാരം, പാനൂർ ഖത്തീബ് ഹാഫിൾ ഹനീഫ ഫൈസി, സ്വാദിഖ് ഫൈസി ഇർഫാനി, CT അബ്ദുള്ള, വാർഡ് കൗൺസിലർ പെരിക്കാലി ഉസ്മാൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂമാഹി പെരിങ്ങാടി മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രോത്സവം ജനുവരി 15 മുതൽ 21 വരെ നടക്കും. പതിവ് പൂജകൾക്ക് പുറമെ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം പതിവ് പൂജകൾക്ക് പുറമെ കാലത്ത് 6:30 ലളിതാ സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം ഭജനയും തായമ്പരയും മറ്റുമൊക്കെ ഉത്സവത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾക്ക് കൊടുക്കുകയാണ്. പൂജാതി കർമ്മങ്ങൾക്ക് പറഞ്ഞു വെക്കുന്നത് ശ്രീ മുരളീധരൻ നമ്പൂതിരിയും പരമേശ്വരൻ നമ്പൂതിരിയും അതുപോലെ തന്നെ ശ്രീ നീലകണ്ഠൻ നമ്പൂതിരി അവതരണമാണ്. 15-ാം തീയതി രാത്രി 8 മണിക്ക് സരസ്വതി മണ്ഡപത്തിലെ നാട്യഗ്രഹത്തിൻ്റെ നൃത്താർച്ചനയും 16-ാം തീയതി തില്ലാന നൃത്ത വിദ്യാലയത്തിൻ്റെ നൃത്തനൃത്യങ്ങളും 17-ാം തീയതി വിൽക്കലാമേള ശ്രീ മുച്ചിലോട്ട് അമ്മ എന്ന കഥയാസ്പദമാക്കിയ വിൽക്കലാമേളയാണ്. നാദംബരിയുടെ സംവിധാനത്തിൽ അതിഗംഭീരമായ പരിപാടിയാണ് വിൽക്കലാമേള. 15 മുതൽ 21 വരെയാണ് മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രോത്സവം നടക്കുന്നത്. പതിവ് പൂജകൾക്ക് പുറമെ ലളിതാ സഹസ്രനാമം, ഭജന, തായമ്പക എന്നിവയും നടക്കും. 15-ന് രാത്രി 8 മണിക്ക് നാട്യഗൃഹം അവതരിപ്പിക്കുന്ന നൃത്താർച്ചന, 16-ന് 8 മണിക്ക് തില്ലാന നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ, 17-ന് 8 മണിക്ക് വിൽക്കലാമേള, 18-ന് 8 മണിക്ക് ജാനു തമാശകൾ, 19-ന് ശ്രീരഞ്ജിനി കലാലയം അവതരിപ്പിക്കുന്ന നൃത്തോത്സവം, 20-ന് രാവിലെ ചടങ്ങുകളോടെ ഉത്സവത്തിന് തുടക്കമാവും. ഗോപൂജ, തിരുവായുധം എഴുന്നള്ളത്ത്, താലപ്പൊലി വരവ്, തിരുവാഭരണം എഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലശം വരവ്, തുടർന്ന് കുരുതി, കുളികൻതിറ എന്നിവയും നടക്കും.
21-ന് തിറ മഹോത്സവം ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരി, പരമേശ്വരൻ നമ്പൂതിരി, നീലകണ്ഠൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടക്കും. അന്നദാനവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് OV സുഭാഷ്, ഷാജി കൊള്ളുമ്മൽ, അനിൽ ബാബു എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി വടക്കുംപാട് KP ആണ്ടി മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വടക്കുംപാട് ശ്രീനാരായണ KP ആണ്ടി മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിൽ ചെസ് പരിശീലനം ആരംഭിച്ചത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പ്രഹീത് ഉദ്ഘാടനം ചെയ്തു. പരിശീലന പരിപാടിയും ചെസ് മത്സരങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ വടക്കുംപാട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കൂൾ. KPM വായനശാലയുടെ നേതൃത്വത്തിൽ നിരവധി ഇതുപോലെയുള്ള സംരംഭങ്ങൾ, പരിശീലനവും മത്സരങ്ങളും, ജില്ലാതല മത്സരങ്ങൾ ഉൾപ്പെടെ നിരവധി തവണ നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകളിൽ ചെസ്സിൽ കൂടുതൽ പ്രാവീണ്യമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. M. വത്സൻ അധ്യക്ഷനായി. നാഷണൽ സീനിയർ ആർബിറ്റർ C. അഭിജിത്ത്, ശശിധരൻ അണിയേരി, NV വത്സരാജ്, P. രാജൻ എന്നിവർ സംസാരിച്ചു. കന്നഡ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി പ്രവർത്തിച്ചു വരുന്ന മലബാർ ഒപ്റ്റിക്കൽസിന്റെ പുതിയ ഷോറൂം കരിയാട് പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ P. മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. കന്നഡ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി പ്രവർത്തിച്ചു വരുന്ന മലബാർ ഒപ്റ്റിക്കൽസിന്റെ പുതിയ ഷോറൂം കരിയാട് പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ P. മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കണ്ണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ ഗുണം മനസ്സിലാവുമെന്ന് ഒരു പഴഞ്ചൊല്ല്. 1974 ഡോക്ടർ GK വാര്യർ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? അപ്പോൾ ഓരോരുത്തരായി ഹാർട്ട്, ലങ്സ്, ബ്രെയിന്, കണ്ണ് മുതലായവ പറഞ്ഞു. സാറ് അതിന് മറുപടിയായി, ഇതൊന്നുമല്ല, നിങ്ങളുടെ തമ്പാണ്, പെരുവിരലാണ്. പെരുവിരലില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അത്രയും വലുതാണ് അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവം തമ്പുരാന്റെ സൃഷ്ടിപ്പ്. അതിലെ ഓരോ അവയവങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പാനൂർ നഗരസഭാ കൗൺസിലർമാരായ CK സജില, മിനി, NA കരീം, മലബാർ ഒപ്റ്റിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷാഫി, ഡോക്ടർ മുൻകഫ്, റാസിക് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഇവിടെ നിന്നും സൗജന്യമായി കാഴ്ച പരിശോധിച്ച് കണ്ണടകൾ നൽകും. കൂടാതെ എല്ലാവിധ ഗ്ലാസുകളും കോൺടാക്ട് ലെൻസുകളും സൊല്യൂഷനുകളും ഇവിടെ ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂമാഹി പെരിങ്ങാടിയിലെ കൃഷ്ണാലയത്തിലെ NK പ്രേമൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. മാഹി സ്പിന്നിംഗ് മിൽ തൊഴിലാളിയും INTUC പ്രസിഡന്റുമായിരുന്നു. ദീർഘകാലം ന്യൂമാഹി മണ്ഡലം പ്രസിഡന്റായും UDF ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനറായും പ്രവർത്തിച്ചു.
കോടിയേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ന്യൂമാഹി പബ്ലിക് വെൽഫെയർ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ്, പെരുമുണ്ടേരി ശ്രീനാരായണ മഠം പ്രസിഡന്റ്, ന്യൂമാഹിയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലും പെരിങ്ങാടി പെരുമുണ്ടേരി പ്രദേശത്തെ പൗരപ്രമുഖനായും നാട്ടുകാരണവരായും പ്രവർത്തിച്ചിരുന്നു. പരേതരായ മൂക്കിച്ചങ്ങണ്ടി കൃഷ്ണൻ NK താല ദമ്പതികളുടെ മകനാണ്. ബേബിയാണ് ഭാര്യ. ജഗന്നാഥൻ, ജസ്ന, ജിൻസിപ്രിയ എന്നിവർ മക്കളാണ്. ഷംന, സത്യരൂപ്, ദീപക് എന്നിവർ മരുമക്കളാണ്. ചന്ദ്രൻ, സതി, പരേതരായ ശാന്ത, പ്രകാശൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂത്തുപറമ്പിനടുത്ത് 6-ാം മൈലിൽ കാറും ട്രാവലും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. തലശ്ശേരിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി സഹകരണ ആശുപത്രി മുന്നോട്ട് വരികയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ജനങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ചികിത്സ ലഭ്യമാക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്നും മന്ത്രി. RJDയും കേരള കോൺഗ്രസും ഇടതുമുന്നണി വിട്ടുപോകുമെന്ന് ചിലർ നടത്തുന്ന പ്രചരണം ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണെന്ന് KP മോഹനൻ MLA. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് RJD എന്നും മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നും MLA. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ പ്രചരണ ജാഥയ്ക്ക് തലശ്ശേരിയിലും പാനൂരിലും സ്വീകരണം നൽകും. സ്വീകരണം 9 ഇടങ്ങളിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.